ഹലോ, സഹലയാണോ? ട്ട് വണ്ടി യൂസ് ചെയ്യുന്ന നിങ്ങളാണോ? ലൈസൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ഫൈന് വന്നിട്ട് അടച്ചിട്ടില്ലല്ലോ. ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ട്. ഞങ്ങൾ MVDന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതിപ്പോ 2-3 ആഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തു. നിങ്ങൾ എക്സ്ട്രാ ഫൈനും കൂടെ അടക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഫൈൻ അടയ്ക്കാൻ മെസ്സേജ് ഒന്നും അത് അടക്കണ്ടേ? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ രണ്ടാമത്തെ വ്ളോഗ് ഇന്ന് എടുക്കുന്നത് ഇന്നത്തെ പണി എന്താ വെച്ചാല് എന്റെ പെങ്ങക്ക് പ്രാങ്ക് കൊടുക്കല്. ഇതാ പ്രാങ്ക് കൊടുക്കുന്ന ഇവള് മുഖങ്ങൾ ഇതാ അൻസേര. ഇവളെ സംഭവം എന്താ വെച്ചാല് എന്റെ പെങ്ങള് ഒക്കെ ലേണേഴ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ലേണേഴ്സ് ഉണ്ടായിട്ടു എന്താ പറയാ, സാധാരണ ബാക്കിൽ ഒരാൾ ലൈസൻസ് ഉള്ള ഒരാൾ വേണ്ട. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഇവളെപ്പാട് എവിടെയെങ്കിലും അങ്ങ് എടുത്തിട്ട് പോക്കാം. അപ്പൊ ഞാൻ എനിക്ക് പണ്ട് മുതലേ ഉണ്ട് ഇങ്ങനെ ഒന്ന് പ്രാങ്ക് ചെയ്യണോന്ന്. അന്നേരം ആകെയുള്ള ഒരു വഴി ഇതാണല്ലോ. അപ്പോ ഇന്ന് കോളേജിൽ അന്നേരം ഇവളെ കൊണ്ട് ഇതാക്കാൻ ചെയ്യാ. അപ്പോ ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ അറ്റംപ്റ്റ് പാളിയിരിക്കുന്നു. ഇതാക്കണ്ട. ഓക്കെ. അയ്യോ, ഉറങ്ങിയിരിക്കും. നല്ല മഴയല്ലേ? നൈസ്, ഉറങ്ങിയും തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഉമ്മാക്ക് സംഭവം അറിയാ. ഇനിയിപ്പോ ഉമ്മാനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേറെ വഴിയില്ല. എന്ത് എപ്പിസോഡ്? ഹലോ, സാധ ഉറങ്ങുന്ന ഇത് എന്റെ തെങ്ങയില്ല. സാധ ഉറങ്ങുന്ന അല്ല, ഓളെങ്ങനെങ്കിലും ഒന്ന് എണീപ്പിക്കാൻ നോക്കും. ഒന്നുമ്മ വീഡിയോ ആണാ? അല്ല, എങ്ങനെങ്കിലും ഒന്നിതാ. ഇപ്പൊ ഇത് പിന്നെ ഇത് കിട്ടുമോ? എങ്ങനെങ്കിലും ഒന്ന് എണീപ്പിക്കേ. ഇത് കട്ടായിക്കോ. എനിക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതാക്കേ. ഒന്ന് എണീച്ചാ മതി ഓള്. അപ്പൊ ഗൈസ്, പെങ്ങള് ഉറങ്ങുന്നതിനും അതുകൊണ്ട് എടുക്കാണ്ടിരുന്നേ. അപ്പൊ ഇനി ചിലപ്പോ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശരിക്കും കടക്കാം. അങ്ങനെ നമ്മൾ 3-4 കോളുകൾ കഴിഞ്ഞാൽ നമുക്ക് ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി. വെറുക്കത്തെ വണ്ടി എൻ്റെ ഉമ്മാന്റെ പേരിലാണ് ഉള്ളത്. അപ്പൊ എന്തായാലും പോലീസ് എൻ്റെ ഉമ്മാന്റെ നമ്പറിലേക്കാ വിളിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം ഇതാക്കി ഇതെല്ലോ വേസ്റ്റ്. ഇപ്പൊ നമ്മളാരായി മണ്ടന്മാർ. അതുകൊണ്ട് നമ്മളെ ഇനി അടുത്തത്തെ പ്ലാന് ഇനി ഉമ്മാന്റെ നമ്പറിലേക്ക് വിളിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ശരിക്കുള്ള വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഹലോ, കൊടുത്തേ കുറച്ച് ഒച്ചപ്പാടൊക്കെ. ഇനി ഫുൾ ഫൈനൽ മേടിച്ചു കൂട്ടി നമുക്ക്. അല്ല, ചൊക്ലി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട്. ഇത് എന്താ പറയാ, ഇനി ഓരോ സ്ഥലത്ത് ഇങ്ങനെ വണ്ടി ലൈസൻസ് ഇല്ലാണ്ട് എടുത്തു പോയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ കൊടുത്താൽ മതി. ഹലോ, സഹലയാണോ? ട്ട് വണ്ടി യൂസ് ചെയ്യുന്ന നിങ്ങളാണോ? TVSന്റെ ഒരു സ്കൂട്ടി. നിങ്ങളാണോ അതിന്റെ ഓണറ്?
ലൈസൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ഫൈന് വന്നിട്ട് അടച്ചിട്ടില്ലല്ലോ. എന്ത് ഫൈന്? ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ട് എപ്പോ? കുറച്ചു നാൾ മുന്നേ ചൊക്ലി ടൗണിന്ന് താഴെ ചൊക്ലി. ഇല്ലല്ലോ. നിങ്ങൾ തന്നെയാണല്ലോ. സമീറ ആരാ? സമീറ എവിടെയുണ്ട്? സമീറയുടെ പേരിലാണ് വണ്ടി. ഓ, ഫൈൻ അടച്ചിട്ടില്ല. ഞങ്ങൾ MVD ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഇതിപ്പോ 2-3 ആഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തു. നിങ്ങൾ എക്സ്ട്രാ ഫൈനും കൂടെ അടക്കേണ്ടി വരും കേട്ടോ. എത്രയായിരുന്നു? 500 ആയിരുന്നു. ഇതിപ്പോ ഇത്രയും കാലം നീണ്ടുപോയതുകൊണ്ട് നിങ്ങൾ ഒരു 1000-1500 രൂപ അടക്കേണ്ടി വരും. ഞാൻ ഫോണിലേക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഫൈൻ അടയ്ക്കാൻ മെസ്സേജ് ഒന്നും അത് അടക്കണ്ടേ? എടുക്കണം. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? ഉണ്ടോ? ലൈസൻസ് ഉണ്ട്, ഉറപ്പാണോ? ഞാൻ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഫൈനിന്റെ ഡീറ്റെയിൽസ് അയക്കാം. അപ്പൊ ലൈസൻസിന്റെ ഒരു കോപ്പി അതിലേക്ക് ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, ശരി. വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലടാ. വിശ്വസിക്ക് അല്ല, ഓളങ്ങനെ തന്നെയാ. അല്ല, അതിപ്പോ ഞാൻ വേറെ ട്രിക്ക് ഉണ്ട്. എന്റെ ഫോട്ടോ എടുത്ത് അയക്കൂ. ഇങ്ങനെ ബുദ്ധി സക്സസ് ആയിരിക്കുകയാണ്. സക്സസ്. ഇതൊന്നും തുറക്കും. എന്നിട്ട് എന്റെ ഫോട്ടോ എടുത്തയക്ക്. ഇന്നലെ ഒക്കെ തിരിയല്ലോ പ്രാങ്കാണ്. ഓ, കഷ്ടപ്പാടിന്റെ അല്ല, അതിന്റെ ഇതില് ടൈപ്പ് ഇപ്പൊ അയച്ചത് കണ്ടാ മതി. ഉമ്മാനെ വിളിച്ചോട്ടെ, പറയുന്നത് നോക്കാം. എന്ത് എന്നിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. ഇല്ല ഇല്ല, നിക്കണി നീ പേടിച്ചോ. എടാ, ഈ നമ്പർ നോക്കട്ടെ. അത് കട്ട് ചെയ്തോ വീഡിയോ ഓഫ് ആയിക്കോ. ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം. വീഡിയോ ഓണല്ലേ? അല്ല ഇങ്ങനെയൊക്കെ വീഡിയോ അപ്പുറത്തെ. എന്നാ വീഡിയോ അയക്കല്ലേ? ഇങ്ങനെ കിട്ടാതെ സാല. ഇത് പ്രാങ്കാണ്. ഞാനാണ് ആ MVD ഓഫീസർ ഫ്രം ചൊക്ലി സ്റ്റേഷൻ. അപ്പൊ ഇനി ലൈസൻസ് ഇല്ലാണ്ട് ഓടിക്കണ്ട. ഓക്കെ. ലൈസൻസ് അയ്യോ കട്ട് ചെയ്ത. ലൈസൻസ് ഉണ്ട് നുണ പറഞ്ഞു. ഇവൻ പറഞ്ഞു ഇത്തത്തൊക്കെ ലൈസൻസ് ഇല്ല. മനസ്സയച്ചോ? ഈശ്വര, ഇപ്പൊ വിളിച്ചു ചോദിക്കാമോ? ഏതോ പെണ്ണനെ ചൊക്ലി സ്റ്റേഷനിൽ വിളിച്ചിട്ട് കേസ് കൂടുന്നു ഞാൻ. പടച്ചോനെ. ഇനി ഇത് ഓൺലൈൻ ഇല്ലടാ. അല്ല, അത് ഉമ്മനെ കൊണ്ട് ഓണയിപ്പിക്കാം. ഹലോ. പിന്നെ ഞാന് അതിന് വിളിച്ച നമ്പറിന് തന്നെ ഉമ്മാന്റെ വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. അത് വൺസ് അയച്ചു, ഒറ്റ പ്രാവശ്യം കാണാൻ പറ്റൂ. ഉമ്മ സാലാക്ക് അയച്ചു കൊടുക്കും, അല്ല കാണിച്ചു കൊടുക്കും. ഇപ്പം തന്നെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന്റെ മറുപടി എന്താന്ന് ഓൾറെഡി അതിൽ അയക്കാൻ പറ വാട്സപ്പിൽ. ഓക്കെ. ഇവിടെ അഭിനയം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. റേറ്റിംഗ് കേട്ടോ. 10-ൽ എത്ര തരണം എന്റെ അഭിനയത്തിന്. ഇതിപ്പോ ഇവിടെ തന്നെ വേറെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കുറെ 10-ൽ 10 ഉണ്ട്. ഇല്ല, നല്ല അടിപൊളി അഭിനയം. ഇങ്ങനെ നാടകത്തിനൊന്നും പറ്റില്ല. ഇല്ല, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും. ഞാൻ സകലകല വല്ലഭിയാണ്. തുറന്നാ നോക്കട്ടെ. നെറ്റ് ഓണാക്കി. വോയിസ് വരുന്നുണ്ട്. ഫോക്കസ് കറക്റ്റല്ലേ? നോക്കട്ടെ എന്നാ വരട്ടെ. എന്തെങ്കിലും തെറിയായിരിക്കും. ആര് പറ്റിക്കുന്നാണെങ്കിലോ എന്നാ ആര് പറ്റുന്നതാണെങ്കിലും മൂച്ചി പോയി പറഞ്ഞില്ലോ ചേട്ടിയില്ലെന്ന്. രണ്ടേരെ പറഞ്ഞല്ലേ. നോക്കട്ടെ. എന്നാലും സാരമില്ല, ഇനി കുറച്ചെങ്കിലും പേടിച്ചില്ല, അത് മതി. ഇല്ല, തത്തിങ്ങൾ ചെട്ടിയില്ലല്ലോ.
എന്നിട്ട് ഇടാത്ത ഫോട്ടോസ് ആയിരുന്നു എന്നാ ഞാൻ വിശ്വസിക്കും. അപ്പൊ ഗൈസ് ഓള് ചമ്മിക്ക് പക്ഷെ വിട്ടിരുന്നില്ല. പ്രാങ്ക് പാളി. അപ്പൊ പാളിക്കുന്നില്ല, എന്റെ ഇത് പാളിക്കൊന്നുമില്ല. കുറച്ച് പേടിച്ചിട്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടി ജാട പറയുകയാണ്. ഞാൻ പേടിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്റെ അഭിനയത്തിന് റേറ്റ് അപ്പൊ കിട്ടുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോക്കസ് ഇല്ല. ഫോണല്ല, അത് കട്ടായിക്കോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള വീഡിയോസിൽ ഇടക്കിടക്ക് എന്റെ തലീവാലൽ ഉണ്ടാവും. ഓക്കെ ഗായ്സ്, എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ കമന്റ് ചെയ്യൂ. എന്റെ അഭിനയത്തിന് റേറ്റിംഗ് ചെയ്യൂ. ഓക്കെ ബൈ. ബൈ.